ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. അപ്പോൾ അവിടുന്ന് അനിയത്തിയും അതുപോലെ തന്നെ വല്യമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഷോർട്ട് പിടിച്ചിറങ്ങിയതാണ് വേറൊരു വീട്ടിലത്തെ. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിന് പോകാൻ അത്ര ദൂരമല്ല. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിയതായിരുന്നു. ഒരു 7:30-8 മണിയായിട്ടുണ്ട് പോകാനായി നിന്നപ്പോഴത്തേനും. അപ്പം ഇനി അവിടെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കുറച്ച് ടൈം വൈകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ആ വീട്ടിലെ നായ നന്നായിട്ട് കുറയ്ക്കേണ്ടിയിരുന്നു. അങ്ങനെ ക്യാമറ നമ്മൾ ചെറുതായിട്ടൊന്ന് ഓഫാക്കി. പിന്നെ നമ്മൾ വഴി വെട്ടിത്തെളിച്ചിട്ടാണ് പോകണത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പോകാൻ വഴി ഉണ്ടെന്ന് മുന്നേ പറഞ്ഞതായിരുന്നു. കുറച്ച് നേരം വൈകിയപ്പോൾ നമ്മൾ ഷോർട്ട് പിടിച്ചതാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അമ്പലം വരുന്നത്. പക്ഷേ റോഡിന് പോകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പോൾ അത്രയും നടക്കാൻ മടിച്ചിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാട്ടുകൂടിയൊക്കെ പോന്നിട്ടുണ്ടായിരുന്നത്. എനിവേ നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തി ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിലുള്ളവരെയൊക്കെ കുറേ കാലത്തിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കാണുകയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും പൂരോ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നാട്ടിലുള്ളവരൊക്കെ കാണുള്ളൂ. അങ്ങനെ എല്ലാവരെയും ഒന്ന് കണ്ടു, വർത്താനം പറഞ്ഞു, പിന്നെ തൊഴുതു. അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ കിട്ടി. നമ്മൾ ഇനി കുറച്ച് നേരം ഒരു പൂജ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസ് കുറച്ചൊന്ന് കുറുമ്പട്ടിയപ്പോൾ പിന്നെ അവൾ ഫോണൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് നേരം വല്യമ്മേനെ ഫോൺ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ചായ ഉണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ രാവിലത്തെ പ്രസാദം പായസവും അതുപോലെ തന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും ഉണ്ട്. പിന്നെ റവയും കടലയായിരുന്നു. അങ്ങനെ പൊന്നൂസിന് ചായയൊക്കെ കൊടുത്ത് ഞാനും കുടിച്ചു. നമ്മളിനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഘോഷയാത്ര ഉണ്ട്. അപ്പോൾ പൊന്നൂസിനെ വേഷം കെട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിനൊന്നും നിന്ന് തരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോ എന്ന് പറയുന്നത് വെറുതെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ 2 ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രം ഒരുക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചീനോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ നമ്മൾ പോരാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ കുറേ ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ചേച്ചി എനിക്ക് കുട്ടീനെ വേഷം കെട്ടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കമ്മലഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസ് കുറുമ്പാട്ടുന്നതുകൊണ്ട് നമുക്ക് അത്രയും ദൂരം ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് വരുവോളം നല്ല ടൈം എടുക്കും. ഒരു റിസ്ക് എടുക്കണ്ട എഴുതിയിട്ട് പിന്നെ ഞാൻ അതിന് മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ചുരിദാർ നമ്മൾ കഴിഞ്ഞ ദിവസം അടിച്ചതാട്ടോ. അപ്പോൾ മാച്ച് ആക്കിയിട്ട് രണ്ടാളും കൂടെ എങ്ങനെയൊക്കെ ചുരിദാർ അടിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു പീസ് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അതിനോട് മാക്സിമം പൊന്നൂസിനെ കിട്ടുമെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സാക്കിയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ അടിച്ചതായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും മാച്ചായിട്ട് കിട്ടുകയും ചെയ്തു. ഒരു ഫോട്ടോ ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരുക്കിയതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ ചേച്ചി സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ചേച്ചിനോട് സംസാരിച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും അതേ ഷോട്ടിന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് വീട്ടിലെത്തും. മറ്റേ ഓളെ എടുത്തുകൊണ്ട് അത്രയും ദൂരം വരെ പോകുമ്പോഴത്തേനും കുറച്ച് ഗതിയിടാം. കുറച്ച് നേരമൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ നല്ല റോഡിൽ നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാടാണല്ലോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് തന്നെ ഒരു വീട്ടിൽ ഒരു നായുണ്ട്, നന്നായിട്ട് കുരയ്ക്കും. അതിന് ജസ്റ്റ് ഒന്ന് കൂട് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യം തന്നെ തീർക്കും. അത്രയും ഒരു ഹെവി ആയിട്ടുള്ളൊരു നായ. അപ്പോൾ ആരാൻ്റെ പറമ്പ് തുറന്നിട്ടൊക്കെയാണ് നമ്മൾ ഷോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ തുറക്കാൻ കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുറച്ച് കാടുണ്ട് എന്നുള്ളൂ. സൂക്ഷിച്ചും കണ്ടും പോയിട്ടില്ലെങ്കിൽ വല്ല പാമ്പൊക്കെ ഉണ്ടാവും. അത്രയും കാടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നോക്കിയാണ്ട് ചോളയെടുത്ത് അങ്ങോട്ട് കയറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പറമ്പിൽ അപ്പുറം 2 സൈഡിലും അവിടെ ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തട്ടി മാറ്റി നമ്മളങ്ങനെ പോകും കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാരണം പന്നിയും കാര്യങ്ങളൊന്നും വരണ്ട വിചാരിച്ചിട്ടാവും അതിൻ്റെ ഉള്ളിൽ അടക്കപ്പഴവും അതുപോലെ തന്നെ പപ്പായയും പിന്നെ വാഴയും തെങ്ങും ഒക്കെ ഉണ്ട്. ഇല്ലാത്തതൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നന്നായി കായ്ച്ചും കാര്യങ്ങളൊക്കെ നിൽക്കണതാണ്. പിന്നെ നനയ്ക്കണതുകൊണ്ട് തന്നെ നല്ല പുല്ലും വളർന്നിട്ടുണ്ട് സൈഡിൽ കൂടിയൊക്കെ. പിന്നെ ഇതുപോലെ ഷോട്ട് പിടിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കുറച്ച് കാടൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞൊരു കുന്ന് കയറിയിട്ട് വേണം നമ്മളെ വീടിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റബ്ബറിൽ നിറയെ തേനീച്ചക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമ്മളെ വീട്ടിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലത്തേത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ അമ്പലവിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു കേട്ടു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് ബൈ.